നിങ്ങളൊരു ക്രിപ്റ്റോ ടോക്കൺ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ബുൾ മാർക്കറ്റിലായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാകുക. പക്ഷെ നിങ്ങൾക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ. തീന ഒരു VE33 റവന്യൂ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തീനയുടെ പ്ലാറ്റ്ഫോം റവന്യൂ ടോക്കൺ ഹോൾഡേഴ്സിനും കിട്ടുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവരുടെ VT ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന വഴി പ്ലാറ്റ്ഫോം റവന്യൂവിന്റെ ഒരു ഭാഗവും നിങ്ങൾക്ക് കിട്ടും, അതും എല്ലാ ആഴ്ചയിലും. നിങ്ങൾ VT ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന വഴി മാർക്കറ്റ് ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും മാർക്കറ്റ് വോളറ്റിലിറ്റി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. തീനയുടെ ടോക്കൺ ആയ തീ ഇത്ര ടൈം പീരീഡിലേക്ക് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് VT ടോക്കൺസ് ലഭിക്കും. നിങ്ങൾക്ക് 2 ആഴ്ച മുതൽ 2 വർഷം വരെ ഈ ടോക്കൺ ലോക്ക് ചെയ്യാൻ പറ്റും. എത്രത്തോളം നിങ്ങളുടെ ലോക്കിംഗ് പീരീഡ് കൂടുതലാണോ അത്രത്തോളം നിങ്ങൾക്ക് വോട്ടിംഗ് പവർ അതിലുണ്ടാവും. VT ടോക്കൺ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് ആയ തീന.fi വന്നിട്ട് ഇവരുടെ ഡാഷ്ബോർഡിൽ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള തീ ലോക്ക് ചെയ്ത് VT എടുക്കാം. നിങ്ങളുടെ കയ്യിൽ VT വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റിൽ വോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓരോ പൂൾസിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന വഴി ആ പൂളിലെ ഫീസിന്റെ ഒരു ഷെയർ നിങ്ങൾക്ക് കിട്ടും. ടോക്കൺ ഹോൾഡേഴ്സിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പൂളിന്റെ എമിഷൻസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പൂൾസിലും ഈ വോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് ഇൻസെന്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാ വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയാണ് തീനയിലെ ഒരു എപ്പോച്ചിൽ വോട്ട് ചെയ്യുന്ന വഴി ആ എപ്പോച്ചിലെ റവന്യൂന്റെ ഒരു ഷെയർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ലാസ്റ്റ് എപ്പോച്ചിൽ തീന $168 ആണ് റവന്യൂ ജനറേറ്റ് ചെയ്തത്. ഈ റവന്യൂ മാർക്കറ്റ് വോളറ്റിലിറ്റി ഡിപ്പെൻഡ് ചെയ്ത് കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പൊ ക്രിപ്റ്റോ മാർക്കറ്റ് ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും നിങ്ങൾക്ക് ഇതുവഴി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും എപ്പോച്ചിന്റെ ലാസ്റ്റ് വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റഡ് റിവാർഡ് അറിയാൻ പറ്റുക. ഞാൻ നിലവിൽ 1 വർഷത്തിന് മേലായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നോക്കിക്കോളൂ. ഈ ലോക്കിങ്ങും വോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. VT വോട്ടിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷേ ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഏൺ ചെയ്യാൻ പറ്റുന്ന വഴിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.